സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ കഅബയുടെ സമീപത്തുള്ള ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടലിന്റെ അവസാന ദിവസമാണ്. കഅബയെക്കുറിച്ചും മക്കയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതൊന്നും ആയിട്ടില്ല. ഇനി ഒരുപാട് സത്യത്തിൽ പറയാനുണ്ട്. കാരണം അള്ളാഹു പ്രത്യേകമായി എന്തുകൊണ്ടായിരിക്കും ഈ സ്ഥലം തിരഞ്ഞെടുത്തത് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ ഇതിനേക്കാൾ മനോഹരമായ ഒരുപാട് സ്ഥലമല്ലേ? ഫലഭൂയിഷ്ടമായ സ്ഥലം, മനോഹരമായ സ്ഥലം, ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. സ്വിറ്റ്സർലൻഡൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവിടെ തിരഞ്ഞെടുത്തത്? അതിനാണ് ഹജ്ജ്. എന്തുകൊണ്ടാണോ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതിനാണ് ഹജ്ജ്. സൂറത്തു അള്ളാഹു ചോദിക്കണ്ടല്ലോ, ആദ്യത്തെ ഒരു ആയത്തുണ്ട്, അലിഫ് ലാം മീം അഹസിബൻ നാസ് അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഭയങ്കര ആയത്താ. ജനങ്ങൾ അങ്ങനെ കരുതിയോ എന്നാ ചോദ്യം. അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ, ഞങ്ങളൊക്കെ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞാൽ അവരെന്നെ വിടും എന്ന് കരുതിയോ? ആണെങ്കിൽ തെളിയിക്കണം. അതാണ് വഹും ലാ യുഫ്തനൂൻ. പരീക്ഷിക്കപ്പെടാതെ വിടൂല, തെളിയിക്കേണ്ടി വരും. ചിലപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോ ഒന്ന് ഹജ്ജിലായിരിക്കും, ഒന്ന് ബിസിനസ്സിലായിരിക്കും, ഒന്ന് വേറെടെങ്കിലും ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? ആമന്ന എന്ന് പറഞ്ഞാൽ പോലെ അത് തെളിയിക്കണം. അതിനാണ് ശരിക്കും ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, ഈ മക്ക നമ്മൾ ചൊല്ലി ഹറമിന്റെ ഭാഗം ചുറ്റിക്കണം പറഞ്ഞില്ലേ, 10 മലകളാണ് ഈ മക്കയുടെ ചുറ്റുമുള്ളത്. 10 മലകൾ. അത്ഭുതമുണ്ട്. ജോഗ്രഫിക്കൽ റിസർച്ച് നടന്നതിൽ ഈ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്ന ഭയങ്കര അത്ഭുതമായ ഒരു സംഗതി ഉണ്ട്. എന്തുകൊണ്ട് 10 മലകളാൽ ചുറ്റിയെന്ന്. നമ്മളതില് 3 മലകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് മിനയിലേക്കും അറഫയിലേക്കും പോകുമ്പോൾ കാണും. 4 ഇവിടെ കണ്ടല്ലോ, 7ആയി. പിന്നെ സൗറ്, പിന്നെ നൂറും, എന്തായിരുന്നു, ജബലുൻ നൂർ, പിന്നെ ജബലുർ റഹ്മയും. ഇതാണ്. അപ്പൊ അതെന്തിനാ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒക്കെ ഇവിടെ ഹാജറ ബീവിനെ കൊണ്ടുവന്നാക്കുമ്പോ വെള്ളമില്ലല്ലോ. ഇല്ലോ. ആരെങ്കിലും കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ? എല്ലാ സാധ്യതകളും അടച്ചിട്ടുണ്ട്. ഒരു സാധ്യതയില്ല. അതാണ് ശരിക്കും പരീക്ഷണത്തിന്റെ കടുപ്പെന്ന് പറഞ്ഞാൽ. ഹജ്ജിന് അല്ലാഹു ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താണ്? ശക്തമാണ്. അതാണ് എല്ലാ സാധനവും കിട്ടി വരാൻ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചില്ലേ? നമ്മൾ നോക്കിയ മാർക്കറ്റിൽ ഏത് സാധനം ഇല്ലാത്തത്? ഏതെങ്കിലും ഉണ്ട് സാധനം ഇല്ലാത്തത്? എല്ലാ സാധനങ്ങളും, ഒരു സാധനം ഇവിടെ കിട്ടാത്തതില്ല. നിങ്ങളിപ്പോ ദുബായിൽ നിന്ന് വന്നാണല്ലോ, ഏറ്റവും കൂടുതൽ എല്ലാ സാധനവും കിട്ടുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരു സാധനം തിരക്കിയിട്ട് കിട്ടാൻ ബ്രാൻഡ് വ്യത്യാസം ഉണ്ടതേയുള്ളൂ. അത്തരത്തിലുള്ളൊരു ഭയങ്കര ചേഞ്ച് വന്നു. അത് പ്രാർത്ഥനയാണ്. അതിലൂടെ ഒരു കാര്യങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ഖദറുകളുണ്ട്. നമ്മൾ അറഫയിൽ അതിന് കാണാൻ പോവാം. ഈ ഖദറുകളെ ഒരിക്കലും ആർക്കും മാറ്റാൻ കഴിയില്ല. ആർക്കല്ലാതെ. ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ആരും ഖദറ എന്ന് പറഞ്ഞിരിക്കണ്ട. എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, ഇന്ന രോഗമുണ്ട്, എനിക്ക് ഇന്ന ടെൻഷൻ ഉണ്ട്, ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത് അള്ളാഹ് വരുത്തിയതാണ്, അള്ളാഹ് എനിക്ക് എഴുതിയതാണ്. നോ, അള്ളാഹ് എഴുതിയതാണെങ്കിൽ അള്ളാഹ് വേറൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ? ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. അത് എഴുതി വെച്ചതാ അള്ളാഹ്. അള്ളാഹ് നോക്കുന്നത് അതാണ്. ഈ ഖദർ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ദുആയിലൂടെ എത്തുന്നുണ്ടോ?
ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് എത്താനുള്ള ഒരു മീഡിയ മാത്രമാണ്. അള്ളാഹ്ക്ക് ഇപ്പം ദുആ വേണ്ടല്ലോ തരാൻ, വേണോ? നിങ്ങൾ ചോദിച്ചിട്ടാ കുറെ കിട്ടിയേ? ഞാനൊന്ന് ചോദിച്ചിട്ടല്ലേ കിട്ടിയേ? ചോദിക്കാൻ വിവരം ഉണ്ടാകുന്നതിന് മുമ്പേ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചോദിക്കണം. എന്താ കാരണം? നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കില്ല. നമ്മൾ അങ്ങോട്ടാ പോണേ. നമ്മൾ അറഫയിലെ പറഞ്ഞു നിർത്തി അല്ലെ? അറഫയിലേക്കാ പോണേ. ശരിക്കും ശ്രദ്ധിച്ചോളി. എല്ലാ ഖദറും മാറ്റും. എന്തുകൊണ്ട്? ദുആ. കട്ടിയുള്ള ദുആമാണ്, കടുപ്പമുള്ള ദുആ. ഒരു സംശയം ആർക്കും ഉണ്ടാകരുത്. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? കിട്ടൂലേ? ശരിയാവോ? സുഖാവൂലേ? നോ, അത് ദുആ അല്ല. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഇജാബ കിട്ടുമെന്ന യഖീനോടുകൂടി, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി. മനസ്സിലായി നിങ്ങൾക്ക്? അറഫയിലാട്ടുള്ളത്. അറഫയിൽ ഇതാണ് നമ്മളെ പരിപാടി. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. യഖീൻ വേണം. യഖീൻ ഉണ്ടാണെങ്കിൽ അള്ളാഹ് നമുക്ക് മനസ്സിലാകും. ഞാൻ ഇന്നലെ പറഞ്ഞത് അവസാനം അതായിരുന്നു. അള്ളാഹിനെ മനസ്സിലാകും. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ദുആനെ കുറിച്ച് പറയുന്നിടത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അടുത്ത വാചകം എന്താ? അടുത്താന്ന് പറഞ്ഞു നിർത്തിയോ? ഇല്ല. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. നമ്മളൊക്കെ പറയും ഞാൻ അവന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാന്നൊക്കെ പറയും. പക്ഷെ ആവശ്യം വരുമോ നമ്മള് വല്ല സ്കിപ്പാവും അല്ലേ? അള്ളാഹ് ഇന്റിമേറ്റാ. ഫഇന്നി ഖരീബ്. അള്ളാഹ് സ്കിപ്പാവില്ല. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനൂ ബി. അള്ളാഹ് പരിശോധിക്കുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ. രണ്ട് കാര്യം പറഞ്ഞു ദുആയിൽ. ഒന്ന് എന്ത് വേണം? യഖീൻ വേണം. യഖീൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ മനസ്സിലാക്കണം. അള്ളാഹിനെ മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ? നാവുകൊണ്ട് പറയരുത്, ഹൃദയം കൊണ്ട് പറയും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എന്തിനാ? ഫ്രെയിം ചെയ്ത് തൂക്കാനാ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫ്രെയിം ചെയ്ത് തൂക്കാനല്ല. ഫദ്ഉഹു ബിഹാ. ദുആ ചെയ്യ്. നിങ്ങൾ ഖുർആൻ മറിച്ച് നോക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന മാത്രം എടുത്തോ. ഇബ്രാഹിം അലൈഹിസ്സലാം ഈ മരുഭൂമിയിൽ വന്ന് നിന്ന് ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ എന്താ ഉള്ളത് ഇവിടെ? വല്ല കാരണങ്ങളുണ്ടോ? വരാനുള്ള വല്ല സാധ്യതകളുണ്ടോ? ഇല്ലല്ലോ. എയറോഡ്രം ഉണ്ടോ? എയർപോർട്ട് ഉണ്ടോ? ഷിപ്പ് യാർഡ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എങ്ങനെ വന്നു? എങ്ങനെ ധൈര്യം കിട്ടി പ്രാർത്ഥിക്കാൻ? ഭയങ്കര അത്ഭുത. അള്ളാന്റെ ചില ഇസ്മുകളുണ്ട് കൂട്ടരെ. ആ ഇസ്മുകൾ നമ്മൾ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്തിട്ടില്ല. അത് ഫ്രെയിം ചെയ്യണം. എല്ലാ അസ്മാകളെയും നോക്കൂ. അറഫയിൽ വെച്ച് എല്ലാ അസ്മാകളും വിളിച്ച് നമ്മൾ ദുആ ചെയ്യണം. എല്ലാ അസ്മാകളും. അതിൽ ഏറ്റവും കടുപ്പമുള്ള ഇസ്മാണ് വഹാബ്. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വഹാബ്. നിങ്ങൾ സുലൈമാൻ നബിന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? ലോകത്തൊരു മനുഷ്യൻ ധൈര്യപ്പെടും അങ്ങനെ ചോദിക്കാൻ? എന്താ ചോദിച്ചേ? രാജകീയൊന്നുമല്ല. റബ്ബിഗ്ഫിർ ലി വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. ഏത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നു? ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. എനിക്ക് ശേഷം റബ്ബെ ഈ കൊടുക്കുന്നത് വേറെ ആർക്കും കൊടുക്കരുത്. അങ്ങനത്തെ ഒരു മുൽക്ക് എനിക്ക് തരണം. യാ അല്ലാഹ്. എന്താ ചോദ്യം? എത്ര സ്മാർട്ടായിട്ടാ ചോദിക്കണേ, എത്ര ധൈര്യമായിട്ടാ ചോദിക്കണേ. ഞാൻ അസംകുട്ടിയോട് ചിലപ്പോൾ ചോദിക്കലുണ്ട്,
മനസ്സിലായില്ലേ? കാരണം എനിക്ക് ധൈര്യ ചോദിച്ചാൽ മുമ്പിൽ തരുന്നു. ആ ധൈര്യം എനിക്ക് അള്ളാഹിനോട് ചോദിക്കാനുണ്ടോ? ഉണ്ടോ? സുലൈമാൻ നബി മാറ്റിയത് അതാ. പക്ഷേ ഒരു കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞ എന്താ? 2 കാര്യം പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചോ. എന്ത് നിങ്ങൾ ദുനിയാവ് ചോദിക്കുകയാണെങ്കിലും അതിന്റെ മുമ്പ് ഒരു സാധനം വേണം, ശേഷം ഒരു സാധനം വേണം. മുമ്പുണ്ടാകട്ടെ എന്താ വെച്ചാൽ റബ്ബി അഗ്ഫിർലി, റബ്ബി അഗ്ഫിർലി. നമുക്ക് അള്ളാഹു തടയുക നമ്മുടെ തിന്മകൾ കൊണ്ട് മാത്രമായിരിക്കും, തെറ്റുകൾ കൊണ്ട് മാത്രമായിരിക്കും. അല്ലെങ്കിൽ അള്ള തടയില്ല. സ്പെഷ്യൽ സാധനങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. പൊതുവായത് എല്ലാവർക്കും അല്ല കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അറിയാലോ, എല്ലാ സാധനവും ശ്വസിക്കാനുള്ള ഓക്സിജൻ എല്ലാവർക്കും കൊടുക്കണ്ടേ? അത് സ്പെഷ്യൽ അല്ല, എല്ലാവർക്കും ഉള്ളതാ. പക്ഷെ നമുക്ക് സ്പെഷ്യൽ കിട്ടണ്ടേ? നമ്മുടെ സ്പെഷ്യൽ ഏതാ? ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനു, നന്മ ചെയ്തവർക്ക് അൽ ഹുസ്നയുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗം. ഹുസ്ന പറഞ്ഞാൽ ഏറ്റവും നല്ലതിനാണ് എന്ത് പറയാ? ഹുസ്ന നമ്മുടെ പേരിടില്ലല്ലേ കുട്ടികൾ? പക്ഷെ ആ നിർത്തിയില്ല. അതാണ് നമുക്ക് കിട്ടേണ്ടത്. പ്ലസ് സിയാദ എന്ന് പറഞ്ഞാൽ പ്ലസ്. സിയാദ എന്ന് പറഞ്ഞാൽ പ്ലസ്. ഒരു പ്ലസ് ഉണ്ട് ഹുസ്നന്റെ കൂടെ. അതേതാ? പോരാ. നോ, അതാണ് ഹുസ്ന. യാ സലാം, മീറ്റിംഗ് ഓഫ് അല്ലാഹ്. യെസ്, നമ്മൾ പോണത് അതിനാണല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താ? റബ്ബി സയ്യിദ്. നമ്മൾ അല്ലാഹനെ കാണുമല്ലോ, ഒരു സംശയമില്ല. അല്ലാഹനെ നമ്മൾ അറഫയിൽ കാണും, ഉറപ്പാവും, സംശയമില്ല, കാണും. നിങ്ങൾ ശരിക്കും ഹൃദയത്തിൽ ആഗ്രഹിച്ചോ, അല്ലാഹ് നിങ്ങൾക്ക് ഇറങ്ങി വരും. ഞാനൊരു വഹീനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ? അല്ലേ? പറഞ്ഞോല്ലേ? ആ വഹീ നിങ്ങൾക്ക് വരും, അറഫയിൽ വരും. നമുക്ക് തന്നെ എനിക്ക് ഉറപ്പാ അറഫന്റെ നിന്ന് വൈകുന്നേരം നിങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയും. കാരണം നമുക്ക് കിട്ടിയത് നമ്മളിങ്ങനെ അനുഭവിക്കും. അതാണ് അറഫ. അതിനാണ് അറഫ എന്ന് പേരിട്ട്. അറഫ എന്ന് പറഞ്ഞാൽ എന്തേലും നമ്മൾ ഇന്നലെ പറഞ്ഞു, ആരറിയാം? നമ്മളെ അറിയാം. ഇതുവരെ നമ്മളെ അറിഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ ഈ പുറം മൂടി അറിഞ്ഞിട്ടുള്ളൂ, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത് എന്തിനാ? കോസ്മെറ്റിക്സിനല്ലേ? കാരണം എന്താ? നമ്മൾ വിചാരിച്ച ഇതാണ് ഭയങ്കര സാധനം എന്നാ. ചെലവാക്കണ്ടെന്നല്ല കേട്ടോ. ഏറ്റവും വില പിടിപ്പുള്ള സാധനം എന്താ? കോസ്മെറ്റിക്സ്. പോട്ടെ, ഞാൻ അറഫയിലേക്ക്. അറഫതാട്ടോ, നിങ്ങൾ ബാക്കിയൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വേണം. റബ്ബി ഗഫിർലി എന്നിട്ട് ചോദിച്ചോ. പക്ഷെ ചോദിക്കുന്ന പദം എന്തായിരിക്കണം എന്ന് ശ്രദ്ധിച്ചോ. ഹബ് എന്നാണ്. ഹബ് എന്ന് പറഞ്ഞാൽ വഹാബിൽ നിന്ന് വന്നത്. വഹാബിൽ നിന്നാണ് എന്ത് വന്നത്? വഹാബിനെ ഇങ്ങനെ തരാൻ കഴിയുള്ളൂ. റഹ്മാൻ ഇത്ര തരൂല, റഹീം ഇത്ര തരൂല, അള്ളാഹ് ഇത്ര തരൂല, റബ്ബ് ഇത്ര തരൂല, ഖാലിഖ് ഇത്ര തരൂല, റാസിഖ് ഇത്ര തരൂല, റസാഖ് ഇത്ര തരൂല, ഗഫാർ ഇത്ര തരൂല. എന്നാലോ വഹാബ് തരും. വഹാബ്, അതാണ് വഹാബ്. ഇനി നിങ്ങൾ ഖുർആൻ മറിച്ചു നോക്ക്. യഹ്യ നബി, സക്കരിയ നബി യഹ്യനെ ചോദിച്ചത് ഹബ്ന. ഒരു സാധ്യതയില്ലാത്ത സമയത്താ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ഈ സാധ്യത ഒക്കെ വിട്. സാധ്യത ഒന്നും റബ്ബിന്റെ ഡിക്ഷണറി ഇല്ലാത്ത സാധന. റബ്ബിന് എന്തേ ഉള്ളൂ? കുൻ ഫയകൂൻ, കുൻ ഫയകൂൻ. വിട്, സാധ്യതകളൊക്കെ നിങ്ങൾ വിട്. അത് നിങ്ങളെ ദുനിയാവിലെ വിഷയമാണ്. എന്ത് സാധ്യത? മറ്റില്ല. യഹ്യ നബിക്ക് എങ്ങനെയാ സക്കരിയനെ കിട്ടി? ഭയങ്കര സക്കരിയ നബിക്ക് എങ്ങനെയാ യഹ്യാനെ കിട്ടി? എല്ലാ സാധാരണ ദുആ വഹാബിനോട് ചോദിച്ചു. ഹബ്, റബ്ബി ഹബ്ലി എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് എങ്ങനെ ഇസ്മായിൽ കിട്ടിയത്? റബ്ബി ഹബ്ലി. അവസാനം ഇബ്രാഹിം നബിന്റെ കണ്ണ് നിറഞ്ഞിട്ടൊരു വാക്ക് പറയണം. നമ്മൾ പറയണം, കണ്ണ് നിറഞ്ഞ് പറയുന്ന ഒരു വാക്കുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉ ദുആ. ഭയങ്കര ആയത്താ. അൽഹംദുലില്ലാഹ്. നമ്മൾ കുറെ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, അറഫന്റെ അന്ന് വൈകുന്നേരങ്ങളിൽ അൽഹംദുലില്ലാഹ് പറയും. അതാണ് ഒറിജിനൽ അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബി പറഞ്ഞ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്,
അവർ ഭയങ്കര അൽഹംദുലില്ലാ. ഞാനും ഈ ഷർബാസും കൂടി കഴിഞ്ഞ ഹജ്ജ്, എൻ്റെ കൂടെ കഴിഞ്ഞ ഹജ്ജിനുണ്ട്. കഴിഞ്ഞ ഹജ്ജിനിങ്ങനെ ആ മുസ്ദലിഫയിൽ നിന്ന് തിരിച്ചു പോരുക. എത്ര നടന്നിട്ടും മിനയിലെത്തില്ല. കാരണം റോഡ് ഇങ്ങനെ മാറ്റി വിടുക. ഇവര് പറഞ്ഞതനുസരിച്ച് നമ്മളെന്താകണം, മാറും. കയ്യിലുള്ള വെള്ളം മുഴുവൻ തീർന്നു, ഒരു സാധനമില്ല. എല്ലാവർക്കും ദാഹിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വഴിയിലൊക്കെ കാണുക ദാഹിച്ചിട്ട് മരിച്ചു വീണ ആളുകളെ, വെയ്യത്തിങ്ങനെ കാണുക വഴിയിൽ. എന്താ വഴി? കുറേ കുപ്പിൻ്റെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ കുപ്പിൻ്റെ അടിയിലൊക്കെ കുറച്ച് വെള്ളമുണ്ട്, തിരി. ഒരാളിരുന്നിട്ട് അതൊക്കെ പാടെ ഒന്നിലേക്ക് ഊറ്റി, എന്നിട്ട് എല്ലാവർക്കും ചുണ്ടാൻ കൊടുത്തു. ഇതാ സാക്ഷിയോടെ ഇരിക്കുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാ, അത് അല്ലാഹു അറിയിപ്പിച്ച അൽഹംദുലില്ലാ. അതിനാണ് ആ സംഭവം തന്നത്. ഇബ്രാഹിം നബി പറഞ്ഞ അൽഹംദുലില്ലാ നിങ്ങളൊന്ന് ചിന്തിച്ചു എന്തായിരിക്കും? അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബർ. ഈ വാർദ്ധക്യം പിടിച്ച സമയത്ത് എനിക്ക് ഇസ്മായിലിനെ തന്നു, ഇസ്ഹാഖിനെ തന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നമ്മുടെ വിഷയം. ഇന്ന റബ്ബി ലസമീഉ ദുആ. നിശ്ചയമായും എന്റെ റബ്ബ് എന്ത് കേൾക്കും? ദുആ കേൾക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ അറഫയിലാണ്, മനസ്സിലായില്ലേ? ഇനി വാക്യങ്ങൾ ഇതനുസരിച്ച് പോവുക ഇൻഷാ അല്ലാഹ്. അറഫ എന്ന് പറഞ്ഞ ഏറ്റവും മനോഹരമായ പകലാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ പകൽ. ഇങ്ങനത്തെ ഒരു പകൽ നമുക്ക് ഇനി കിട്ടാനില്ല. ആ പകലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു തആല ആകാശത്ത് താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ പകല് പറയില്ല, ഒറ്റ പകലേ ഉള്ളൂ, മനസ്സിലായില്ലേ? എന്നിട്ട് മലക്കുകളോട് ഇങ്ങനെ, മലക്കുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, ഉൻദുറു ഇലാ ഇബാദി അദൗനി ശുഅസൻ ഗുബറൻ. എന്നോട് ചില ആൾക്കാർ ചോദിച്ചു, ഇഹ്റാമിന് സ്പെയർ എടുക്കണ്ടേ? എന്നെ മറുപടി കേട്ടോളൂ, അല്ലേ? പർദ്ദ 2 എടുക്കണ്ടേ? മറുപടി കേട്ടോ. അല്ലാഹ് പറയാം, നമ്മളെ ചൂണ്ടിയിട്ട് മലക്കുകളോട് പറയാം, ഉൻദുറു ഇലാ ഇബാദി, നോക്കെന്റെ അടിമകളിലേക്ക്. അദൗനി, അവരെന്റെ അടുത്ത് വന്നിട്ടുള്ളത് ശുഅസൻ. ശുഅസ് എന്ന് പറഞ്ഞ മുടി ജട പിടിച്ചത്, കുളിച്ചിട്ടില്ല, ചീകിട്ടില്ല, ക്രീമൊന്നും തേച്ചിട്ടില്ല, ഷാമ്പു ഒന്നും തേച്ചിട്ടില്ല, ഗുബറൻ, പൊടി, ആകെ പൊടി. ഇന്നത്തെ ഹജ്ജല്ല, അന്നത്തെ ഹജ്ജ് നിങ്ങൾ ആലോചിച്ചു. ഇനി ചിലപ്പോൾ പൊടിയൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ഈ സ്ത്രീകളുടെ ഗ്രൂപ്പിലിട്ട ആ സാധനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവരല്ല മറ്റേ കല്യാണത്തിന് പോകണം. എന്തൊക്കെ സാധനം, മറ്റേ ടിഷ്യൂ, ആ ടിഷ്യൂ, ഈ ടിഷ്യൂ. ജിഹാദിന് പോയാ നിങ്ങൾ എടുക്കണമെന്നല്ല, എടുത്തോ. പക്ഷെ ഇത് നിങ്ങളുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു. ഞാൻ തുടങ്ങിയ അന്ന് തന്നെ പറഞ്ഞാൽ എന്ത് ചെക്ക് ലിസ്റ്റ് മാറണം. ഓക്കെ, അതൗനി ശുഅസൻ ഗുബറൻ. എന്നിട്ട് അന്ന് തന്നെ തിരിച്ചു ചോദിക്കാം, നിങ്ങൾക്കറിയാം എന്തിനാ അവര് വന്ന്? അല്ലാഹുക്കാരല്ല ചോദ്യം, നമുക്ക് വേണ്ടി ചോദിച്ചു. അപ്പൊ മലക്കുകൾ മറുപടി പറയാം, അവര് മഗ്ഫിറത്ത് കിട്ടാൻ വന്നതാണ്. മഗ്ഫിറത്ത് കിട്ടാൻ മലക്കുകളാ പറയുന്നത്. അപ്പം അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു. എന്താണ് ആ ദിവസം? റസൂലിന്റെ അറഫ ഭയങ്കരമായിരുന്നു. റസൂലിന്റെ അറഫന്റെ വൈകുന്നേരം അശയ്യത്തു അറഫ എന്ന് പറയും. അറഫയിലെ അവസാന സമയമാണ് അശയ്യത്ത് എന്ന് പറഞ്ഞത്. മസാ എന്നല്ല പറഞ്ഞത്, അശയ്യത്ത് എന്ന്. അറബി അറിഞ്ഞവർക്കറിയാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ പൊട്ടുന്നൊരു സമയം, പൊട്ടാണ് നബി, എന്തൊക്കെയോ പറയണമെന്നുണ്ട് നബി. ബിലാൽ റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ നിന്ന്, ബിലാലിനെ അറിയാൻ നബിക്ക് പൊട്ടും. ബിലാലിനോട് പറഞ്ഞു, യാ ബിലാൽ അൻസത്ത് ലി അന്നാസ്. ബിലാലെ, ജനങ്ങളോട് പറയും എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അറഫയിലാണ്. എത്ര ആളുണ്ട്? ഇതന്നെ ഉണ്ടായിട്ട് അങ്ങോട്ട് കേൾക്കണില്ലല്ലോ. അല്ലാഹു എല്ലാരോടും പറഞ്ഞു, ബിലാൽ എല്ലാരും ശ്രദ്ധിക്കുക, റസൂല് പറയാൻ പോട്ട്. റസൂല് പറയാൻ തുടങ്ങി, അതാനി ജിബ്രീൽ വാനിഫ അഖറഅനി മിൻ റബ്ബി അസ്സലാം. അതാനി ജിബ്രീലു ആനിഫ. ഇപ്പൊ ജിബ്രീൽ വന്നു, ആ സെക്കൻഡിൽ വന്നതാ. ആനിഫ എന്ന് പറഞ്ഞാണ്. അഖറഅനി മിൻ റബ്ബി അസ്സലാം, സലാം പറഞ്ഞു, റബ്ബിന്റെ സലാം എന്നോ. ഞാനതാ പറഞ്ഞു, നിങ്ങൾ കേൾക്കും. കാരണം നിങ്ങൾ വിളിക്കുന്നത് യാ സലാം എന്നാണ്. അല്ലാഹുമ്മ അൻതസ് സലാം, അതാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ദാറുസ്സലാം വേണം, അതാ പറഞ്ഞത്.
എന്നിട്ട് നബി പറഞ്ഞൊരു വാക്കുണ്ട്. എന്നിട്ട് ബിലാൽ ജിബ്രീൽ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും പുറത്തു നിന്നിരിക്കുന്നു. ഭയങ്കര ഒച്ചത്തിൽ തക്ബീറ കേട്ടു. കാരണം അവരൊരിക്കലും കരുതിയിട്ടില്ല. ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജ, ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജ നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരെ പ്യുവർ ഹജ്ജ് ഉണ്ടായില്ല. ഇതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം അബൂബക്കർ സിദ്ദീഖിനെ നേതാവാക്കി പറഞ്ഞയച്ചിട്ടുണ്ട് ഹജ്ജിന്. എന്നിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്, സൂറത്തുൽ ബറായിൽ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരരുത് ഞാൻ. ആരോട്? ഹജ്ജിനെ വരരുത്, ഇനി മുതൽ ഇസ്ലാമിന്റെ ഹജ്ജ്. ആ ആദ്യത്തെ ഹജ്ജ. അപ്പൊ അവിടുന്ന് മുതലുള്ള ഹജ്ജാണ് ഒറിജിനൽ ഹജ്ജ്. ആ ഹജ്ജിലാ പറയുന്നത്. ഭയങ്കര ശബ്ദമുണ്ടായി തക്ബീറിന്റെ. അത് കഴിഞ്ഞ് ശാന്തമായപ്പോ ഉമർ ബിൻ ഖത്താബ് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹാദാ ലനാ ഖാസ്സ, അഹാദാ ലനാ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഞമ്മക്ക് വേണ്ടിയുള്ള ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ശാന്തമായി. കാരണം നബിക്ക് മറുപടി പറയാൻ പറ്റില്ല. എന്ത് വരണം? വഹി വന്നു. ഉടനെ വന്നു വഹി വന്നു. എന്താ വന്നത്? ഹാദാനിക്കും. കേട്ടോ, ഭയങ്കര രസമുള്ള വാക്കാണ് നീ പറഞ്ഞത്. നമുക്ക് അത്ര തണുപ്പുണ്ടാകുന്ന ഒരു വാക്കില്ല. ഞാനത് അങ്ങോട്ട് പറഞ്ഞത്. അറഫയിലും മിനയിലും ഒക്കെ ചൂടുണ്ടാവും, പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല, ചൂടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര കുളിരായിരിക്കും. എന്താ കാര്യം? ഹാദാലക്കും വലിമൻ അതാ ബഅദകും ഇലാ യൗമിൽ ഖിയാമ. ഇത് നിങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഇവിടെ വന്നു നിൽക്കുന്നുവോ അവരെല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളെ പൈസ മുതലേ 8 ലക്ഷം കൊടുത്ത് അല്ലേ? ആണോ അല്ലേ? ഇത് മിണ്ടാത്താരും മുതലായോ? ഹാദാലക്കും വലിമൻ അതാ ബഅദകും ഇലാ യൗമിൽ. റസൂലിന്റെ അവസാനത്തെ അറഫയിലെ വാക്കാണ്. അതോടുകൂടി പിന്നെ സഹാബികളുടെ കൂട്ടക്കരച്ചിലായിരുന്നു. ആ സന്തോഷത്തിന്റെ കരച്ചില്ല, ദുഃഖത്തിന്റെ അല്ല. ഭയങ്കര സന്തോഷം. അതാണ് അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, അതും കൂടി പറഞ്ഞ് നമുക്ക് അറഫയിൽ നിന്ന് തിരിച്ചു വരാം. അത് നമുക്ക് മുസ്ലിമൊക്കെ പോകണല്ലോ. അഫ്ളലു ദുആഇ ദുആഉ അറഫ. അതെങ്ങനെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? അഫ്ളലു ദുആഇ ദുആഉ അറഫ. പോരാ, ആ ദുആ ശരിയാകാൻ ഒരു വാക്കുണ്ടാകണം. അറഫയാണ് ദുആയിലെ ഏറ്റവും നല്ല ദുആ. അറഫയിലെ ദുആ أفضل ما قلت أنا والنبيون من قبلي عشية عرفة لا إله إلا الله وحده لا شريك له له الملك وله الحمد. എല്ലാവരും എണ്ണണം. അറഫയിൽ വെച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്തായിരിക്കണം? എന്തായിരിക്കണം? ഒന്ന് എണ്ണിക്കൊള്ളി. അള്ളാഹ്ക്ക് എണ്ണം വേണ്ട, നമുക്ക് സമാധാനം. എന്ത്? നബി അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾക്ക് സമാധാനം. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന കൊടുത്തു, പ്രാർത്ഥിച്ചോ. എന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം? കുട്ടിയിൽ നിങ്ങൾ തേങ്ങടല്ലേ? അതേമാതിരി ഇത് ഭയങ്കര സംഭവമാണ്, കടുപ്പുള്ള വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. നിങ്ങളത് കുറെ പറഞ്ഞല്ലോ. സഫയിലും മറുവയിലും ഒക്കെ കയറി പല തവണ പറഞ്ഞില്ലേ? രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയത് 10 തവണ എല്ലാവരും പറയുന്നില്ലേ? ചില ദിവസം 100 തവണ പറയുന്നില്ലേ? ഇനിയും പറഞ്ഞു. അറഫയിൽ വെച്ച് അധികം പറയും. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ. അത് കേൾക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത വിഷയമാണെങ്കിൽ അള്ളാഹുവിൽ ഒരാൾ ശിർക്ക് വെക്കുന്നു. അള്ളാഹു ശിർക്കിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാണ്. ഇൻഷാ അള്ളാഹ് നമ്മള് അറഫയില് ബാങ്ക് കൊടുത്താല് ലോഹറും അസറും ജമ്മുമായി മനസ്സിലല്ലേ? അവിടെ നമുക്കൊരു ടെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പന്തലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നിസ്കരിക്കാം. ഇൻഷാ അള്ളാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഒരു ഖുത്ബ ഉണ്ടാവും മസ്ജിദുൻ നമിറയിൽ, ഖുത്ബത്തു അറഫ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഹുദൈഫി മദീനയിലെ ഇമാമാണ് ഈ വർഷത്തെ ഖത്തീബ്. ഇൻഷാ അള്ളാഹ് അത് അവിടെ വെച്ച് നിങ്ങളെ കേൾപ്പിക്കും. ഇൻഷാ അള്ളാഹ് സൗകര്യം ഉണ്ടാവുന്ന കരുതുന്നു. ഇൻഷാ അള്ളാഹ് കേൾപ്പിക്കും. ഇൻഷാ അള്ളാഹ് അത് കഴിഞ്ഞിട്ട് ശരിക്കും അറഫയുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് ളുഹ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രൈം ടൈം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസറൊക്കെ ആവുന്നത് വരെ ഒരു 4 മണി വരെ നമ്മൾ പറ്റുമെങ്കിൽ ടെന്റിന്റെ ഉള്ളിൽ തന്നെ കഴിച്ചു കൂട്ടും. ദുആയിലെന്ന് മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്കറിയാലോ ചൂടൊക്കെ ഒന്ന് മാറും. അതിന്റെ മുമ്പ് പോണതിനാൽ വിരോധമല്ല ഞാൻ പറഞ്ഞ്,
എന്നുവെച്ചാൽ നമ്മളെ കോൺസെൻട്രേഷൻ എന്തിലാകരുത്, മറ്റൊന്നിലും ആയിപ്പോ ഇതിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം. നിറച്ച മരങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഭാര്യയും ഭർത്താവും ഒന്നിച്ചോ, ഞാൻ കൃത്യമായിട്ട് പറയാം. രണ്ടാളും ഒന്നിച്ചാണ് വന്നത്, ഒന്നിച്ച് പോകണം, ഒന്നിച്ച് സ്വർഗത്തിൽ പോകണം. തോഫിക്ക് നൽകും. പക്ഷെ വേറിടും, അത് സാരില്ല. കാരണം എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും, എന്റെ ഭാര്യയ്ക്ക് പറയാനില്ലാത്ത, അവൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും, എനിക്ക് പറയാനില്ലാത്ത. വേറിട്ട് പ്രാർത്ഥിച്ച പക്ഷെ കുറച്ച് സമയങ്ങൾ ഒന്നിച്ചു നിൽക്കണം. മനസ്സിലായി? സ്വർഗത്തിൽ ഒന്നിക്കാൻ അത് കാരണമാണ്. കാരണം നമ്മൾ മഹ്ശറിലാ ചെന്ന് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മളെങ്ങടാ പോണ്? സ്വർഗത്തിലേക്ക്. മഗ്രിബായ നമ്മളെങ്ങടാ പോണ്? സ്വർഗത്തിലേക്കാണ്. മഗ്രിബായ എങ്ങടാ പോണ്? എനിക്ക് ധൈര്യമില്ലല്ലേ പറയാ? കാരണം എല്ലാം പുറത്തില്ലേ. ഇനി നമ്മളെങ്ങടാ പോണ്? സ്വർഗത്തിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹിന്റെ ഒരു വാക്കുണ്ട്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി. സ്വർഗത്തിനൊരു പ്രശ്നമുണ്ട്. സ്വർഗത്തിന്റെ ചുറ്റും കുറെ മക്കാരികൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുറെ ഉണ്ടാവും. ഉള്ളിക്ക് എന്തായിരിക്കും? അങ്ങനെ സ്വർഗം കിട്ടുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ളതല്ലല്ലോ ചെയ്യല്, ആണോ? ചിലതൊക്കെ കുടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഒഴിവാക്കലില്ലേ? കാണാൻ ഇഷ്ടമല്ലേ, ഒഴിവാക്കലില്ലേ? കേൾക്കാൻ ഇഷ്ടമല്ലേ, ഒഴിവാക്കലില്ലേ? അതാണ് മക്കാരി. സ്വർഗം അങ്ങനെ സ്വർഗത്തിലേക്കാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് മഗ്രിബ് സമയമായാൽ മഗ്രിബ് നമസ്കരിക്കാതെ നമ്മളെ ബസ്സിൽ കയറും. മനസ്സിലായില്ലേ? യുവാക്കള് അയൺമാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നടക്കാൻ വിരോധമൊന്നുമില്ല. ഏതെങ്കിലും ഗ്രൂപ്പിന് നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാം. സമുദ്രക്കൊക്കെ ഉണ്ട്. സമുദ്രത്തിന്റെ ഒപ്പം ഞാൻ ബീഹാറിൽ നടക്കലുണ്ട്. പിന്നെ കുറെ നടത്തിട്ട് ഇന്നെ കാത്തിക്കലാ. മനസ്സിലായില്ലേ? വയസ്സിന് ഭയങ്കര വ്യത്യാസം പക്ഷെ എന്നിട്ടും. അപ്പൊ അതൊരു ശക്തിയാണ്, അള്ളാഹ് കൊടുക്കുന്ന ശക്തിയാണ് ആ മനുഷ്യന്. അള്ളാഹു ഇനിയും ഇസ്സത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ആ മനുഷ്യൻ ചെയ്യുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇവിടെ മുമ്പിലിരുത്തി പറയുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പാടില്ല. അള്ളാഹു അദ്ദേഹത്തിന് വലിയ ആരോഗ്യം നൽകട്ടെ. ഒരുപാട് ഒരിക്കലും നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള പട്ടിണി പാവങ്ങളുടെ അന്നം ഭയങ്കര സംഭവം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പോവുകയാണ് അങ്ങോട്ട് മുസ്ദലിഫയിൽ. ഞാൻ സ്വർഗം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. മുസ്ദലിഫ സ്വർഗ. നമുക്കറിയാം മുസ്ദലിഫ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ഇസ്തലഫ എന്ന് പറഞ്ഞാൽ അടുക്കണ സ്ഥലം. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. മുസ്ദലിഫയിൽ നമ്മൾ ചെന്നിറങ്ങിയാൽ നമുക്ക് അനുഭവപ്പെടും. കാരണം നിങ്ങളൊന്നും അവിടെ കിടക്കേണ്ടവരല്ല. നിങ്ങൾക്ക് വലിയ പത്രാസുള്ളവരാ ജീവിതത്തിൽ. ഒരിക്കലും മുസ്ദലിഫയിലെ മണ്ണിൽ ഒരു വിരിപ്പ് വിരിച്ച് കിടക്കേണ്ടവരല്ല. പക്ഷെ കിടക്കണം, കാരണം അത് സ്വർഗമാണ്. അത് സ്വർഗം. കാരണം എന്റെ റബ്ബുമായി, റഹ്മാനായ റഹീമായ വദൂദായ എന്റെ റബ്ബുമായി ഞാൻ എന്തായി അടുത്തു. അതിന്റെ തെളിവാ ഞാൻ അവിടെ കിടക്കണേ. എന്റെ റബ്ബ് പറഞ്ഞിട്ടാ കിടക്കണേ. എന്റെ റബ്ബ് പറഞ്ഞതാ, വദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അരുൽ ഹറാം എന്ന് പറഞ്ഞാൽ മുസ്ദലിഫയാണ്. വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ. മുമ്പ് നിങ്ങൾ വഴിവഴിച്ചവരായിരുന്നു. ഇവിടെ എത്തുന്നതിന് മുമ്പേ നമുക്കൊക്കെ അറിയാലോ നമ്മളെ ജീവിതം. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതം നമുക്കറിയാലോ. ഇന്ന് ഞാനൊരു വലിയ മനുഷ്യനെ കണ്ടു. ഞാൻ പലപ്പോഴും കാണാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച ശേഷം കൂടെയുള്ളവർ പോയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചൊരു സ്വകാര്യം പറയാം. എനിക്ക് ഈ ആയത്തുകൊണ്ട് ഓർമ്മ വന്നു, അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നൊരു മനുഷ്യനാണ്, എത്തിസ്റ്റായിരുന്നു. അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. മുസ്ദലിഫയിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞില്ല, കാരണം നിങ്ങൾ പഠിച്ചു വന്നതാണ്. പിന്നെ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. നിങ്ങൾ ഇവിടെ നിൽക്കണം, ഇതിൽ നിൽക്കണം. നമ്മൾ ഇസ്ദലഫായിനിപ്പം അല്ലേ? ഒരാളായിട്ട് നമ്മൾ അടുത്ത എന്താ ഉണ്ടാകുക? പറയും, അയാളായിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്യൂലേ? പക്ഷെ അത് എന്താ പറഞ്ഞാലും നിങ്ങൾ അവിടെ വന്നിട്ട് ഒന്നും ചെയ്യരുതെന്ന്. ആകെ 2 നിസ്കാരം,
അത് ഞാൻ ഉറങ്ങാനാ പറഞ്ഞു. അവിടെ രാത്രി ദിക്റില്ല, ദുആ ഇല്ല, ഒരു സാധനമില്ല. ഉറങ്ങിക്കോ. ഉറങ്ങലാണ് എന്തവിടെ അതൊരു വല്ലാത്ത ഉറക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, കല്ലൊക്കെ കുത്തും, ഒച്ചപ്പാട്, ബഹളം, പുക ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. സുഖമായി ഉറങ്ങും ഇൻഷാ അല്ലാഹ്. അവിടെ ഞാൻ നല്ലൊരു സുബാത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് മതിയാവും. അവിടുത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ മണിക്കൂർ നിങ്ങൾ നോക്കണ്ട, മനസ്സിലായി? മണിക്കൂർ ചിലപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ. നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞ് പുറപ്പെട്ട ചിലപ്പോ ഒരു 10 മണി 11 മണിയൊക്കെ ആവും. 11 മണിക്കൊക്കെ എത്തി കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? എത്തും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്താൽ മതി. ഇൻ കേസ് ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് 12 മണിയുടെ മുമ്പ് 12 മണിക്കെങ്കിലും നമ്മളവിടെ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബസ്സിലിരുന്നിട്ട് മഗ്‌രിബും ഇശയും നിസ്കരിക്കണം. മനസ്സിലായില്ലേ? മഗ്‌രിബും ഇശയും നിസ്കരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. അതിന് മുമ്പ് നമ്മൾ എത്തിയാലോ മുസ്ദലിഫയിൽ തന്നെ നിസ്കരിക്കണം. കേട്ടോ? ഉറങ്ങിയില്ലേ? എഴുന്നേറ്റു. കുറെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര രസമുള്ള സ്വപ്നങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ വഹീന്ന്. ആഗ്രഹിച്ചൊക്കെ കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഫജ്ർ നിസ്കരിച്ചു. തഹജ്ജുദ് നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. എന്നിട്ട് ഫജ്ർ നിസ്കരിക്കും. ഫജ്ർ നിസ്കരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ദിക്റിലും ദുആയിലും കഴിഞ്ഞു പോകും. അവിടെ ഏറ്റവും കൂടുതൽ നടത്തേണ്ടത് വദ്കുറുല്ലാഹ ഇൻദൽ മശ്രിഖ്. ഞാൻ ദിക്ർ എന്താന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചെല്ലൽ മാത്രമല്ല, അവിടെ ഇരുന്ന് നമ്മൾ ശാന്തമായി അള്ളാനെ ഓർക്കണം, അള്ളാനെ കാണണം. നമുക്ക് അതില്ല, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് വരാൻ നമ്മൾ ചെയ്യേണ്ടത് വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. വദ്കുറൂ നിഅമത്തല്ലാഹി. ആരായിരുന്നു ഞാൻ? എന്നെ അള്ളാഹു ഇവിടെ എത്തിച്ചു. അല്ലേ? എവിടെ എത്തിച്ചു? ഇവിടെ എത്തിച്ചു. നിങ്ങൾ ആലോചിച്ചു. 2 നേരം തിന്നാൻ തരാൻ സാധിക്കാത്ത ഒരു വാപ്പന്റെ മകനായിരുന്നു. 10 പൈസ സ്കൂളിലേക്ക് പോകാൻ ബസ്സിന് തരാൻ ഇല്ലാത്തൊരു വാപ്പന്റെ മകനായിരുന്നു. നമുക്കൊക്കെ ഉണ്ടാവും ഒരു പാസ്റ്റ് ഹിസ്റ്ററി. ആലോചിച്ചോളി, എവിടെ എത്തി നിൽക്കുകയാണ് ഞാൻ? എവിടെ എത്തി നിൽക്കുക? ഓരോരുത്തരെയും ഓരോരോ വാപ്പാര് വളർത്തിയ ഒന്ന് ആലോചിച്ചു. അതേസമയം അല്ലാഹു അവർക്കൊക്കെ വലിയ ദറജ കൊടുക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം സമ്പന്നമാക്കണം. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. കുറച്ചു നേരം നമ്മൾ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ദിക്ർ ചെയ്ത സ്ഥലമാണ് ഇവിടെ. കുറച്ചേരം ഇരിക്കുക, പിന്നെ കുറച്ചേരം എന്ത് ചെയ്യുക? നിൽക്കുക. നമുക്കെന്നെ തോന്നും അവിടെ ചെന്നാൽ എന്ത് ചെയ്യാൻ? നിൽക്കാൻ. ഇപ്പൊ ചെറിയ സുന്നത്ത് കിട്ടുന്ന നമ്മൾ എന്താക്കണ്ട? ചിലപ്പോ അതുകൊണ്ടായിരിക്കും, ആ ചെറിയ വ്യത്യാസത്തിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തുലാസങ്ങൾ താന്നവര് അങ്ങനല്ലേ? തുലാസ് ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ. ചെറിയ വ്യത്യാസത്തിനെ കാര്യം താന്നോ. അപ്പൊ കുറച്ചേരം നിൽക്കുക. എന്നിട്ട് നമ്മൾ വെളിച്ചെങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? മിനയിലേക്ക് മടങ്ങും. നടക്കും. നടക്കുന്നല്ല അല്ലാഹു പറഞ്ഞു. അല്ലാഹു പറഞ്ഞത് ഒഴുകും. ثم أفيضوا من حيث أفاض الناس. ثم أفيضوا من حيث أفاض الناس. ജനങ്ങൾ ഇങ്ങനെ ഒഴുകുണ്ടാവും, നിങ്ങൾ ഇതിന്റെ പിന്നാലെ നിന്നാൽ മതി. നമ്മളെവിടെ എത്തും? അപ്പൊ ഒഴുകുമ്പോ എന്ത് വേണം? വസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഭയങ്കര ഉഷാറാണ്, ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. നോ. ചിലപ്പോ അതിന്റെ അടിയിലും ഒന്നുണ്ടാവും. നമ്മുടെ ചിന്തകളിലൊക്കെ പലതും ഒന്നുണ്ടാവും. ഒന്നും വരരുത്. ശ്രദ്ധിച്ച് പോകും. വസ്തഗ്ഫിറുല്ലാഹ്. കാരണം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തൽബിയത്തും തക്ബീറും കലർത്തി ചെല്ലിയാണ് നമ്മൾ അങ്ങോട്ട് പോവുക. ശരിയല്ലേ? ക്ലിയർ അല്ലേ? എന്റെ പണ്ടല്ലേ മുസ്ദലിഫയിൽ നടക്കുന്നല്ലേ? ആരും ബുദ്ധിമുട്ടില്ല. നമ്മൾ ഉന്തും ഇൻഷാ അല്ലാഹ് ഉന്തണ്ടോലെ കൈയെടുക്കേണ്ടോലെ പിടിക്കും. അന്ന് ഒരു മെജറുണ്ട്. നമുക്ക് നല്ല ടീമാണ്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ എവിടെ എത്തും? മിനയിലെത്തും. മിനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കും നേരെ നമ്മൾ ടെന്റിലേക്ക് പോകുമോ അതല്ല കല്ലെറിയാൻ പോകുമോ. ഓക്കെ.
നമ്മളവിടെ അത് വഴിയിൽ വെച്ച് നമ്മൾ പറയുള്ളൂ. കാരണം നമ്മൾ വഴി എങ്ങോട്ടാ കിട്ടണ അതിനനുസരിച്ചാണ് എന്ത്, മനസ്സിലായോ? മിക്ക അവിടെ വെച്ച് ഫ്രീ ആയി അവിടെ ചായ ഒക്കെ ഉണ്ടാവും. അതൊക്കെ കുടിച്ചിട്ട് സാവധാനം എറിയപ്പോൾ ഞങ്ങളൊരു കാര്യം പറയുന്നത്, നമ്മൾ ആസ്വദിച്ച് ചെയ്യൂ കേട്ടോ. തീർക്കണം എന്നുള്ള വിഭ്രാന്തി നമുക്ക് ഉണ്ടാവില്ല, ഉണ്ടാകരുത്. ആസ്വദിച്ച് ചെയ്യാം. ഒരു കല്ലെറിയുമ്പോൾ നമ്മൾ ആസ്വദിക്കണം. ഒരു കല്ലെറിയാൻ പോണത് നമ്മൾ ആസ്വദിക്കണം. ആരും ബേജാറാണ്ട. കല്ലേറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയായ പണിയാണ്. ഞാനത് കാണിച്ചു തരണ്ടേ എങ്ങനെയാന്നുള്ളത്. ഭയങ്കര ഈസിയാണ്, ഒരു പ്രശ്നമില്ല. ആരും ബേജാറാണ്ട. എല്ലാവരും ബേജാറില്ലേ കല്ലെറിയുമ്പോൾ? തിരക്കുണ്ടാവോ, അതുണ്ടാവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇല്ലല്ലോ. നമ്മൾ ഓരോ കല്ലും നമ്മൾ ആസ്വദിച്ച്. പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ പൊഴുത്ത് നിൽക്കണ മാങ്ങക്ക് കല്ലെറിഞ്ഞ ഓർമ്മല്ലേ? കിട്ടൂലെന്ന് ഉറപ്പുള്ള മാങ്ങ എറിഞ്ഞിട്ടില്ല നമ്മള്. പക്ഷെ ഇത് കിട്ടുന്ന ഉറപ്പുള്ള മാങ്ങയാണ്. മനസ്സിലായില്ലേ? ഇഞ്ഞിന്റെ ഉള്ളിലൊന്നുമില്ല. എല്ലാ ശൈത്താനീയത്തിനെയും ഞാൻ എന്തെടുക്കാണ്? ഏറി. കാരണം ഓരോ ഏറിന്റെ കൂടെയും ഞാൻ പറയുന്നുണ്ട് അല്ലാഹു അക്ബർ. ബാക്കിയൊക്കെ ഇനി എനിക്ക് എന്താണ്? അസ്ഗറാണ്, ഏറ്റവും ചെറുതാണ്. അള്ളയാണ് വരും. ഓക്കെ അല്ലേ? കല്ലെറിഞ്ഞാൽ നമ്മൾ 2 ഗ്രൂപ്പ് പോകും. ഒരു ഗ്രൂപ്പ് കല്ലെറിഞ്ഞു കൊടുക്കുന്ന നേരെ മുമ്പോട്ട് പോകും ഹറമിലേക്ക്. വേറൊരു ഗ്രൂപ്പ് മടങ്ങും ടെന്റിലേക്ക്. അതാരാണെന്നുള്ള നമുക്ക് അപ്പം തീരുമാനിക്കാം. ടെന്റിലേക്ക് അത് നമുക്ക് അപ്പം തീരുമാനിക്കാം ആരാന്നുള്ളത്. മനസ്സിലായി? അപ്പോഴത്തെ ത്രില്ലായിക്കോട്ടെ, ത്രില്ലനുസരിച്ച് നമ്മൾ എന്താക്കും തീരുമാനിക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും മക്കത്തേക്ക് പോകുന്നതാണ്. നിങ്ങളെ മുഖം കണ്ടിട്ട് തോന്നുന്നത് എല്ലാരും മക്കത്തേക്ക് പോകും. നോക്കാൻ ശരീരം ചെറുതാ, ഖൽബും നഫ്സുമാണ് വലുത്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമ്മളെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ അന്നെ ചെയ്യണമെന്നില്ല. 13 നമ്മൾ തിരിച്ചു വന്നിട്ട് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യും. എന്ത്? മുടികൾ. അപ്പം കല്ലെറിഞ്ഞു, മുടികൾ. ഈ 2 കാര്യം ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രസ്സ് മാറ്റാം. തഹല്ലുൽ സഗീറാവും, തഹല്ലുൽ സുഗറാവും. കൊച്ചു തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റാം, എല്ലാം ചെയ്യാം. ഭാര്യാഭർത്തൃ ബന്ധം ഒഴികെ എല്ലാം ആകും. ക്ലിയർ അല്ലേ? പക്ഷെ അതുവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം വേറെ ആരുമില്ലല്ലോ പറയാൻ. ഭാര്യയും ഭർത്താവും കൈ പിടിച്ച് പോകുമ്പോൾ പോലും ഒരു വൈകാരികമായ കൈ നക്കലോ പിടിക്കലോ ഒന്നും ഉണ്ടാകരുത്. അതാണ് റഫസ് എന്ന് പറഞ്ഞത്. ലാ റഫസ എന്ന് പറഞ്ഞ റഫസ് എന്താ അറിയോ? ഇതാ, ഒന്നും ഉണ്ടാകില്ല. ലാ റഫസ വലാ ഫുസൂഖ്. കാരണം നമ്മൾ വേറൊരു ലോകത്താണുള്ളത്. നിങ്ങൾ കല്ലെറിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം, പിന്നെ ഞാൻ തിരിച്ചു പറയും, വേറെ പറയും. മനസ്സിലായി? അപ്പൊ കൈ പിടിക്കാൻ പറയും. ലാ റഫസ വലാ ഫുസൂഖ്. ഓക്കെ, നമ്മളെവിടെയുള്ളത്? മുടികൾ. അപ്പം മക്കത്തേക്ക് ഇങ്ങനെ പോരുന്ന ആളുകളാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് എന്ത് ചെയ്യാം? മുടികളെ. അല്ലാത്തവർക്ക് അവിടെ തന്നെ ഗവൺമെന്റിന്റെ സെന്ററുകളുണ്ട്, അവിടെ ചെന്ന് മുടികളെയോ. മനസ്സിലായില്ലേ? ഒരു റോഡ് സൈഡിന് ഇരുന്ന് കളയുന്നൊരിടത്ത് കടയുണ്ട് അല്ലെ? ഹെൽത്തിയാണ്. മനസ്സിലായില്ലേ? ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കത് എന്തല്ല ഹെൽത്തി. നേരെ മറിച്ച് ഗവൺമെന്റിന്റെ സെന്റേഴ്സ് ഉണ്ട്, അത് നല്ല ഹൈജീനിക്കാണ്. അവിടെ കളയാം. നമ്മൾ ഇങ്ങനെ മടങ്ങി വരുമ്പോ തന്നെ അവിടെ കാണാം. ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടെ വന്നാൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മുടി കളയുക, പിന്നെ ചെയ്യാം. ലാ ഹറജ്. റസൂലിന്റെ വാക്കതാ, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. മതി. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് ശ്രദ്ധിച്ചോ, ഇൻ കേസ് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ട് മുസ്ദലിഫയിൽ നിന്ന് അവർ മടങ്ങി നോക്കുക രാത്രി, സമഹല്ല ഉണ്ടാകാതിരിക്കട്ടെ. മടങ്ങിയാൽ അവർക്ക് നേരെ ഇവിടെ വന്ന് താമസം സഹിച്ചു. എന്തറിയാതെ തന്നെ എല്ലാം അറിയാതെ തഹല്ലുലാണ്. എല്ലറിഞ്ഞാലേ തഹല്ലുല. ഓക്കെ, നമ്മളിപ്പോ എന്ത് പറഞ്ഞു? മുടി കളഞ്ഞു അല്ലേ? നോക്കൂ, അതിന്റെ ഏറ്റവും ശരിയായ രീതി എങ്ങനെയാ വെച്ചാൽ കല്ലെറിയണം, അറവ് നടത്തണം, മുടി കളയണം, താമസം സഹിച്ചു. ക്ലിയർ അല്ലേ? കല്ലെറിയണം, അറവ് നടത്തണം. അപ്പോൾ നമ്മൾ അറവ് നടത്തിയ ഉടനെ അവർ നമ്മളെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അവരോട് ഞാൻ പറഞ്ഞിട്ട് മിക്കവാറും കുറച്ച് എക്സ്ട്രാ തന്നാൽ ഞങ്ങൾ 10 നടത്താറ്. ഞാൻ പറഞ്ഞു തരാം. എത്രയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവിടെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ആയിക്കോട്ടെ അറിഞ്ഞാൽ
ആർക്കും കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ മുടി കളയാൻ അവിടെ നിൽക്കുന്നവർക്ക് അവിടെ നിന്ന് തന്നെ കളയാം, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ സ്ത്രീകളെ നിങ്ങൾക്ക് തന്നെ മുറിക്കാട്ടോ പ്രശ്നം. പിന്നെ ഇങ്ങോട്ട് വരുന്നവർക്ക് സുഖമായിട്ട് ഇവിടെ കളയും ചെയ്യും, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വരുന്നവള് ഒരു ആദ്യം വന്നിട്ട് മുടി കളഞ്ഞോ, മനസ്സിലായല്ലോ? എന്നിട്ട് വേണമെങ്കിൽ ഈ ഡ്രസ്സിൽ തന്നെ പോകണമെങ്കിൽ പോകാം. എന്തിന്? ഇത് വേണമെന്നില്ല. നിങ്ങൾക്ക് ഫ്രഷായി ഭയങ്കര ഉന്മേഷത്തിൽ പോകണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ റൂമിൽ വരിക, ഇതൊക്കെ അഴിച്ചു വെക്കുക റൂമിലോ. നോ 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 അന്നില്ല. പിന്നെ ഈ തവാഫുൽ വദാ കഴിയുന്നവരെ എന്തില്ല, നോ റെസ്ട്രിക്ഷൻ. അത് കഴിഞ്ഞു. അതിൽ രസം എന്താ വെച്ചാല് ഈ ഡ്രസ് ഇട്ട് നമ്മൾ സൈ ചെയ്യല് വേറെ ഉണ്ടാവില്ല. വേറെ എപ്പോ സൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇഹ്റാം വേണം. ഇതിന് അത് വേണം. അത് അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ? അങ്ങനെ ചെയ്തു. കൂടുതൽ ചില ആളുകൾക്ക് തീർക്കണം എന്നാണ് കാരണം. തീർക്കണം എന്നുള്ളത് തീർത്ത് വേണം എന്നുള്ളതിലാണെങ്കിൽ നമ്മളതിന് വഴങ്ങരുത്, അവിടെ മനസ്സിന് വഴങ്ങരുത്. അതെ, നേരെ മറിച്ച് അതും കൂടി തീർത്താൽ എന്റെ ഒരു തീർന്നല്ലോ അൽഹംദുലില്ലാ, അങ്ങനെയാണെങ്കിലോ ഇറ്റ്സ് ഓക്കെ. ക്ഷീണിച്ചുകൊണ്ട് എന്താണ്ട അതെ. തവാഫ് എന്ന് പറഞ്ഞാൽ നല്ല തവാഫായിരിക്കും, ഇങ്ങനെ നിൽക്കേണ്ടി വരും കുറെ നേരം, അനുകൂല ഒക്കെ ഉണ്ടാവും. അതൊക്കെ അതിൽ പെട്ടതാണ്, തവാഫിൽപ്പെട്ട. അതൊക്കെ അള്ളാഹു നമുക്ക് തരുന്നാണെന്ന് വിചാരിച്ചാൽ മതി. എന്തിന്? ദുആ കൂടുതൽ വർദ്ധിപ്പിക്കാൻ, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാം, മനസ്സിലായി? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി കഴിഞ്ഞു. അറഫ കഴിഞ്ഞോടുകൂടി നമ്മൾ അൽഹംദുലില്ലാ ഫ്രീ ആയിട്ടു നമ്മൾ എത്തിച്ചു തരുമാറാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ റൂമിൽ വരികയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കിടന്നാ ഉറങ്ങിപ്പോകും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഫർദ് നിസ്കാരം പോകരുത്. ഇവിടെ ആണെങ്കിൽ നമ്മൾ 1,00,000-ലധികം എന്നല്ലേ പറഞ്ഞ്, അപ്പൊ മാക്സിമം ആ ജമാഅത്തിൽ തന്നെ കൂട്ടാം ഇവിടെ വന്നാലും. അപ്പൊ ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അലാം വെച്ച് ഉറങ്ങാന്ന് അർത്ഥം, മനസ്സിലായില്ലേ? ഫുഡൊക്കെ അവിടെ നിന്ന് കിട്ടും. നമ്മുടെ ഫുഡ് ഉണ്ടാവില്ല. നമ്മളെ ഫുഡ് എവിടെയുള്ളൂ? ഇനി നമ്മള് അയ്യാമത്ത് ശരീക്കിൽ നമുക്ക് മിനയിലെ ഫുഡുള്ളൂ, ഇവിടെ ഫുഡ്, മനസ്സിലായില്ലേ? അതൊരു കാഷ്വൽ ഫുഡായിരിക്കും, അത് പ്രത്യേകം പറയും. ജീവൻ നിലനിർത്താനുള്ള ഒരു ഭക്ഷണമായിരിക്കും. പക്ഷെ അത് നമ്മൾ കഴിച്ചോളും ഇൻഷാല്ലാഹ്. ഓക്കെ, അപ്പോ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒന്നും പറയാനില്ലല്ലോ. നമ്മളിവിടെ വന്നവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തിരിച്ച് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇവിടുന്ന് മടങ്ങണം. നിസ്കരിച്ച് മടങ്ങിയാലും മതി, അവർ നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ. കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ബസ് കിട്ടും. നമ്മളിവിടുന്ന് ഈ റോഡ് നേരെ മിനയിലേക്ക്, നമ്മളെ ഇവിടുന്ന് ഇറങ്ങിയാൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ടാക്സി കിട്ടുന്ന നേരെ മിനയിൽ. കുറച്ച് ഇങ്ങനെയാണ് നേരെ പോയിട്ട് പിന്നെ ഞാൻ ഇബ്രാഹിം ഖലീൽ കാണിച്ചതില്ലേ, അതിലാണ് പോയാൽ അവിടെ ഒരു ബ്രിഡ്ജ് കാണും. ആ ബ്രിഡ്ജിന്റെ താഴെ കൂടെ പോയാൽ 2 ടണലുകൾ. അത് വേണ്ട. അപ്പൊ ഇവിടെ ടാക്സി കിട്ടണമെങ്കിൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യണം? അങ്ങോട്ട് പോകണം. ടാക്സി ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ നിന്ന്, മനസ്സിലായി? ഇനി അതും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വഴി, അത് പക്ഷേ പെഡസ്ട്രെയിൻ മാത്രമാണ്. അത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നബിന്റെ വീട് ഒക്കെ കണ്ടില്ലേ, അവിടെ ടണൽ കാണിച്ചിട്ടുണ്ട്. അത് ഓൺലി പെഡസ്ട്രെയിനാണ്. അതിലെന്ത് ചെയ്യാം? നടന്നാലും ഇവിടെ എത്തും. വലിയ ക്ഷീണമൊന്നുമില്ലെങ്കിൽ നടക്കാം. നമ്മളൊരു 100 ദിർഹമെങ്കിലും ചുരുങ്ങി കൊടുക്കേണ്ടി വരും ഈ 4 കിലോമീറ്റർ ഓടാൻ. എന്നാൽ തന്നെ എവിടെ എത്തുള്ളൂ എന്ന് വെച്ചാൽ, മിന എന്ന് പറഞ്ഞാൽ 3 ബ്രിഡ്ജുകളാണ്, മനസ്സിലായേ? മിന എന്ന് പറഞ്ഞാൽ 2 മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വരയാണ്. ഈ 2 മലകളെയും ബന്ധിപ്പിക്കാൻ 3 ബ്രിഡ്ജുകൾ, മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം തന്നെ നമ്മൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നോക്കി വെക്കണം ഏത് ബ്രിഡ്ജിന്റെ അടുത്താണ് നമ്മൾ. എന്നിട്ട് ഈ ബസ്സേര് പറയാം എന്നെ ബ്രിഡ്ജ് എന്ന് പറയാം. കുബരിൽ മലിക് ഖാലിദ്, കുബരിൽ മലിക് ഫഹദ്, കുബരിൽ മലിക് അബ്ദുൽ അസീസ്, 3 രാജാക്കന്മാരുടെ പേരിലുള്ള. അല്ല, അത് ജംറ. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് വളരെ ഈസി. എന്താ വെച്ചാൽ നമ്മളവിടുന്ന് ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. എവിടെ എത്തിയാലും നമുക്ക് തിരിച്ചു വരേണ്ട സ്ഥലമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ലൊക്കേഷൻ സേവ് ചെയ്യലാണ്. അത് ചെയ്താൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചു പോകണമെന്ന് മാത്രം. ആ കുബിയിൽ ഇറങ്ങിയിട്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ പോകേണ്ടത്. പിന്നെ ഈ ഗൂഗിളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അധികം പറയേണ്ടതില്ല. എന്നാലും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഗൂഗിള് തെറ്റിപ്പോയെങ്കിലും, ഇനി തെറ്റിയാലും ആരും ബേജാറൊന്നാണ്. നിങ്ങൾ എവിടെ എത്തിയാണ്? അൽ മബീതു ബിമിന, അവിടെ എത്തിയ മതി. അവിടെ ഈ ദിക്റും ദുആയും തസ്ബീഹും ഒക്കെ സത്യത്തിൽ നമ്മളെ വക നമ്മൾ ചെയ്യാം. റസൂൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? അൽ മബീതു ബിമിന. ക്ലിയറാണോ? പക്ഷേ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂല.
നമ്മൾ ദിക്ർ ചെയ്യണം, തസ്ബീഹ് ചെയ്യണം. കാരണം നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കല്ലോ, അതാണ് സ്വർഗത്തിലാണ് നമ്മൾ. 10 നമ്മൾ നോക്കൂ, ഞാൻ ഒരു കാര്യം ഇവിടെ മറന്നുപോയി. 10 നമ്മൾ കല്ലെറിയേണ്ട ജംറത്തുൽ അപ്പൊ ഒന്നാമത്തെ ജംറ ഫ്രീ ഉണ്ടാവും, അവിടെ എറിയരുത്. വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ രണ്ടാമത്തെ ജംറ ഫ്രീ ഉണ്ടാവും, ജംറത്തുൽ അവിടെ എറിയരുത്. പിന്നെ മൂന്നാമത്തെ ജംറത്തുൽ അഖബ, അവിടെ അഖബ ഉടമ്പടി ഉണ്ടായി. അഖബ ഉടമ്പടി 2 അറിയാലോ. ഓക്കെ, നമ്മള് തിരിച്ചു 10 കഴിഞ്ഞു. 10 രാത്രി എവിടെ എത്തി? ക്ലിയർ അല്ലേ? 10 രാത്രി മിനയിലെത്തി. നേരം വെളുത്തു എത്രയായി? 11 നിസ്കാരമൊക്കെ കസറാണ് അവിടെയാണെങ്കിൽ. പുറത്തേക്ക് വന്നാൽ ഇവിടെ എങ്ങനെയാണോ അങ്ങനെ നിസ്കരിക്കും. 11 നമുക്ക് ആകെ ഒരു പണിയുള്ളൂ. അതെന്താ? 3 ജംറകളിൽ കല്ലെറിയണം. ആദ്യത്തെ ജംറ മിനയിൽ നിന്ന് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ആദ്യത്തെ ജംറ, അതിൽ 7 കല്ലെറിയാം. എന്നിട്ട് വലതുഭാഗത്തേക്ക് മാറി നിന്ന് കൈ ഉയർത്തി ദുആ ചെയ്യാം. അവിടെ വളരെ ന്യൂനപക്ഷ ആളുകളെ ചെയ്യുന്നത് കാണും, നിങ്ങൾ അതിന്റെ പിന്നാലെ പോയാൽ മതി. വളരെ ന്യൂനപക്ഷം ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ജംറത്തുൽ വസ്ത, മധ്യത്തിലെ ജംറയിലെത്തും. അവിടെയും 7 കല്ലെറിയ. എന്നിട്ട് ലെഫ്റ്റിലേക്ക് മാറി. ഫസ്റ്റ് റൈറ്റ് ആണ്, സെക്കൻഡോ ലെഫ്റ്റ്. കാബയിലേക്ക് തിരി, അത് അവിടെ കാണും, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. പക്ഷെ എറിഞ്ഞ ഉടനെ അവിടെ തന്നെ നിൽക്കരുതാലും, അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, പോലീസ് ആട്ടും. അപ്പൊ കുറെ ആള് നോക്കുമ്പോൾ നമ്മൾ കാണും അവിടെ ആളുകൾ കൂടിയിരിക്കണം, ദുആ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലം. അവിടെ ചെന്നിട്ട് കൈ ഉയർത്തി ദുആ ചെയ്യും, മനസ്സിലായി? മൂന്നാമത്തെ ജംറയിൽ കല്ലെറിയ, അവിടെ ദുആ ഇല്ല, റസൂൽ ദുആ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ദുആ ചെയ്യണ്ട. തിരിച്ച് നമ്മൾ എങ്ങോട്ട് പോകണം? മിനയിലേക്ക്. ഇനി ആ കല്ലെറിഞ്ഞിട്ട് 10 ഇത് ചെയ്യാത്തവർക്ക് അന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വരാം, തവാഫിന് വരാം. പക്ഷെ തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ എവിടെ എത്തണം? രാത്രി എവിടെ എത്തണം? അത് ശ്രദ്ധിക്കണം. മിനയിലെത്തിയാൽ മതി, നിങ്ങൾ ടെന്റിലെത്തണമെന്നില്ല. മിനയിലെത്തിയാൽ ആ പിന്നെ ഗുഹാണ് കടന്ന് കുറച്ചാണ് പോയാൽ പിന്നെ എന്തായി? മിന. ഓക്കെ, രണ്ടാമത്തെ ദിവസം നേരം എടുത്തു. എത്രയായി? 12. ഹജ്ജ് 12. നിങ്ങളില്ലേ? അപ്പം എന്താ വെച്ചാല് ഞങ്ങളോട് പച്ചയായിട്ടൊരു കാര്യം പറയാം. ഇൻ കേസ് ഞങ്ങൾ കൂടെ ഇല്ലാതായാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലായില്ലേ? എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ആരും അന്തമിടരുത്. ക്ലിയർ അല്ലേ? 12 നമുക്ക് എന്തേ ഉള്ളൂ? 3 ജംറകളിൽ കല്ലെറിയണം. ആ അന്നെറിഞ്ഞ മാതിരി തന്നെ ആ ദുആ ഒക്കെ ഉണ്ട്. ക്ലിയർ ആണ്? 12 വെള്ളിയാഴ്ച നമുക്ക് എന്തില്ല? ജുമാ. 12 ഭയങ്കര തിരക്കുമായിരിക്കും. കാരണം കൂടുതൽ ആളുകൾ ഫമൻ തഅജ്ജല ഫീ യൗമൈനി എന്നൊരു ക്ലോസ് ഉണ്ട്. 2 ദിവസം കൊണ്ട് ധൃതി പിടിച്ച് ആർക്കെങ്കിലും പോണെങ്കിൽ പോയിക്കോളി, ഒരു കുഴപ്പമില്ല. വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. ഇനി അവിടെ നിൽക്കാനാണ് പൂതിയെങ്കിലോ അവിടെ നിന്നോളി. അള്ളാഹ്ക്ക് ഒന്നേ ഉള്ളൂ, ലിമനിത്തഖ എന്ന് പറഞ്ഞത്. അതാ ലിമനിത്തഖ. ആകെ അള്ളാഹ് നിങ്ങൾക്ക് തഖ്വ കിട്ടണം, മനസ്സിലായില്ലേ? 2 ആയാലും കുഴപ്പമില്ല, 12 ആയാലും കുഴപ്പമില്ല, 13. റസൂലുള്ള 13 വരെ എന്നുണ്ട്. അപ്പൊ നമ്മളും ആഗ്രഹിക്കുന്നത് അതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കെങ്കിലും വലിയ വിഷമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 12 പോരാം. പക്ഷെ 12 ഭയങ്കര അതിസാഹസികമാണ് യാത്ര. കാരണം എല്ലാവരും പോണ ദിവസമാണ്, മനസ്സിലായി? വെള്ളിയാഴ്ചയാണ്. ചിലപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും ഒരു ജുമാക്ക് കൂടി ഹറമിൽ കൂടണം എന്നൊക്കെ. ചെറുപ്പക്കാർ വേണമെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ പോകണമെന്നൊന്നും ഞാൻ പറയില്ല. അവിടെ ഇവിടെയാണെങ്കിൽ മിനയിലാണെങ്കിൽ എന്തേ ഉള്ളൂ? ഫസറായ നിസ്കാരമേ ഉള്ളൂ, എന്തില്ല? ജുമാ ഇല്ല. നിങ്ങൾ എറിഞ്ഞ അടുത്ത് തന്നെ മസ്ജിദുൽ ഖൈഫ് ഉണ്ട്. റസൂൽ അവിടെയാണ് ടെന്റ് കെട്ടിയത്. 1 ലക്ഷത്തോളം പ്രവാചകന്മാർ അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഏകദേശം 50,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്. ആ പള്ളിയിൽ എന്തുണ്ടാവില്ല? ജുമാ. ക്ലിയർ? അന്ന് നമ്മളവിടെ രാത്രി താമസിച്ചു. അന്ന് നല്ല സുഖമായിരിക്കും, ആരും ഉണ്ടാവില്ല, നമ്മളെന്നെ ഉണ്ടാവും. മനസ്സിലായി? അതുവരെ നമുക്ക് ടോയ്ലറ്റ് ഒന്നും കിട്ടുന്നെങ്കിൽ അന്ന് നല്ല സുഖമായിട്ട് കിട്ടും. 12 നേരം വെളുത്താൽ എത്രയായി? 13. അന്ന് നമുക്ക് എന്താ ഉള്ളത്? ആ കല്ലേറ് കഴിഞ്ഞാൽ നമ്മളെ ഹജ്ജ് എന്തായി? നിങ്ങൾ എന്നോടൊരു കാര്യം തിരിച്ചു ചോദിക്കണം. അതെന്ന് വെച്ചാൽ എന്തിനാ പിന്നെ ഈ മിനയിൽ നിൽക്കണം? ആകെ ഈ കല്ലെറിയണ പരിപാടിയിലുണ്ട്. എന്തിനായിരിക്കും? ഞങ്ങളോട് മിന പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിരുന്നു. മിന എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്ന സ്ഥലമാണ്. വല്ലാഹി
ഹാജറാബിന് താമസിച്ച സ്ഥലം ഞങ്ങൾ കാണിച്ചിരുന്ന വിചാരിച്ചിട്ട് മറന്നുപോയി. ഹാജറാബിന് താമസിച്ചത് ആ സഫാ കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ചെരുവിലായിരുന്നു. ഒരു ചെറിയ കുട്ടി. അവിടെ നിന്നാണ് ഈ കുട്ടീനെ കൂട്ടി ആര് പോണേ? എന്തിനാ പോണേ? എന്തായിരിക്കും അമ്മാന്റെ ഉള്ളിലപ്പുണ്ടാകുക? അമ്മനോട് പറഞ്ഞിട്ടാ കൊണ്ടുപോയി. പക്ഷെ ഉമ്മ റെഡിയായിരുന്നു. കാരണം ഉമ്മ അതിനേക്കാൾ കടുപ്പുള്ളതല്ലേ. ഒറ്റക്കല്ലേ ഇവിടെ നിന്നത്. റൂമില്ല, വെള്ളമില്ല, AC ഇല്ല, കറണ്ടില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. നിന്നില്ല ഒറ്റക്ക്. അതുകൊണ്ട് അമ്മ ഭയങ്കര. നമ്മളൊക്കെ ആ ഉമ്മമാരാകണം. അതോ തോഷിക്കുന്നില്ല. എന്തായിരിക്കും ഉമ്മ എന്റെ മനസ്സിലുണ്ടാകുക? എത്രയായാലും ഒരു പൂതി ഉണ്ടാവൂലേ? തിരിച്ചു കിട്ടണേ ഉണ്ടാവൂല്ലേ? നമ്മൾ ഉമ്മാരാണല്ലോ പറയും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുട്ടിനെ കയറ്റിയാല് കിട്ടൂലെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കൂല അവിടെ ഇരുന്നിട്ട് കിട്ടണം. കേട്ടോ, വാപ്പ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അത് ഒറ്റ കാര്യം നോക്കിയിട്ടുള്ളൂ. ഇബ്രാഹിം ആയിക്കണോന്ന്. എന്തിന്? എന്റെ ഖലീലാകാനായിനോ? അതൊരു ടെസ്റ്റ് ആയിരുന്നു. ഒരു ടെസ്റ്റ് ആയിണോ? ബോധ്യം. അന്നാണ് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹിമ. ആ മനുഷ്യനും ഒരു വാപ്പാന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞിന്റെ കൂടെ ഉണ്ടാകണം, വിശമ്മന്റെ കൈ പിടിക്കണം, എനിക്ക് ആ മുഖത്ത് നോക്കി ഇരിക്കണം, ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതാണ് മുന. ഏത്